നമസ്കാരം. ഞാൻ ഡോക്ടർ CP സുരേഷ്, ചീഫ് ഫിസിഷ്യൻ CPR ഹോസ്പിറ്റൽ ഡയറോം. രാവിലെ എഴുന്നേറ്റ ഉടനെ കാല് നിലത്ത് കുത്താൻ വളരെ ബുദ്ധിമുട്ട്, തുളച്ച് കയറുന്ന മാതിരി വേദന. കുറച്ച് നടന്നു കഴിഞ്ഞാൽ വേദന കുറയും, അല്ലെങ്കിൽ വേദന തീർത്തും ഉണ്ടാകില്ല. അതുപോലെ എവിടെയെങ്കിലും ഇരുന്നാലും നടക്കാൻ തുടങ്ങുമ്പോൾ വേദന, നടന്നു കഴിയുമ്പോൾ വേദന കുറയും. ഇതാണ് ഉപ്പൂറ്റി വേദനയിൽ കാണുന്ന സ്വഭാവം. പൊതുവെ ആധുനിക ശാസ്ത്രത്തിൽ ഇതിന് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്നാണ് പറയുക. മിക്കവാറും പ്ലാന്റാർ ഫേഷ്യാറ്റിസ് കൊണ്ട് തന്നെയാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ആയുർവേദത്തിൽ ഇതിനെ വാതകണ്ഠകം എന്നാണ് പറയുക. അതിൻ്റെ പേര് പോലെ തന്നെ വാതസംബന്ധമായിട്ട് മുള്ളു തറച്ച പോലെ വേദന. കണ്ടകം എന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്ക് ആണ്. അതിന് മുള്ളു തറച്ച പോലെ വേദന. അപ്പോൾ രാവിലെ തന്നെ നിലത്ത് കുത്തുമ്പോൾ മുള്ളു തറച്ച പോലെ വേദന ഉണ്ടാകുന്നതുകൊണ്ടാണ് ആയുർവേദത്തിൽ ഇതിന് വാതകണ്ഠകം എന്ന് പറയുന്നത്. അതിന് ആയുർവേദത്തിൽ 2 വരികളുണ്ട്. രുക്പാദേ വിഷമന്യസ്തേ ശ്രമാത്വാ ജായതേ യഥാ വാതേന ഗുൽഭമാശുത്ര തമാഹുർ വാതകണ്ഠകം. അതായത് ആങ്കിൾ ജോയിൻറ്റിനെയും ഉപ്പൂറ്റിയെയും ബാധിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അസുഖം ഉണ്ടാകുക എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സയുള്ള ഒരസുഖമാണ് വാതകണ്ഠകം. ഉപ്പൂറ്റി വേദന പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. അതിന് പല പേരുകളാണ് അറിയപ്പെടുന്നത്. പോസ്റ്റീരിയർ ഹീൽ പെയിൻ, പ്ലാന്റാർ ഫേഷ്യാറ്റിസ്, ഹീൽ സ്പാർ, അകില സ്പാർ, പ്ലാന്റാൾജിയ, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. പക്ഷേ കൂടുതലായും കാണപ്പെടുന്നത് പ്ലാന്റാർ ഫേഷ്യാറ്റിസും പോസ്റ്റീരിയർ ഹീൽ പെയിനുമാണ്. പൊതുവെ 40 വയസ്സ് കഴിഞ്ഞ ആളുകളിലാണ് പൊതുവെ ഉപ്പൂറ്റി വേദന അഥവാ ഈ പ്ലാന്റാർ ഫേഷ്യാറ്റിസ് കാണുന്നത്. ചുരുക്കം ചെറുപ്പക്കാരിലും കാണാം. ചിലരിൽ 2 കാലിലും, പൊതുവെ ഒരു കാലിലാണ് ഇത് അസുഖം കാണുന്നുണ്ടെങ്കിലും ചിലരിൽ 2 കാലിലും ഈ അസുഖം കാണുന്നുണ്ട്. അത് പൊതുവെ സന്ധിവാതം സംബന്ധമായ രോഗമുള്ളവർ, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് പോലുള്ള അസുഖമുള്ളവരിലാണ് ഇത് കണ്ടുവരുന്നത്. നമ്മുടെ മൊത്തം ശരീരത്തിൻ്റെ ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ് പാദം പ്രവർത്തിക്കുന്നത്. പാദത്തിൻ്റെ അടിയിലായിട്ട് ഉപ്പൂറ്റിയിലും 5 വിരലിലുമായിട്ടാണ് പ്ലാന്റാർ ഫേഷ്യ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഒരു പ്രത്യേകത, ഇത് റബ്ബർ ബാൻഡ് പോലെ വികസിക്കാനും ചെറുതായി വികസിക്കാനും ചുരുങ്ങുവാനും കഴിവുണ്ട്. ഈ ലിഗമെൻറ്റ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടിയും നീളം കൂടിയ ഒരു ലിഗമെൻ്റാണ്. പാദത്തിൻ്റെ സ്വാഭാവിക വളവ് നിലനിർത്തുന്നതിൽ ഈ ലിഗമെൻറ്റിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഈ ലിഗമെൻറ്റ് ഉണ്ടാകുന്ന നീർക്കെട്ടാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് അറിയപ്പെടുന്നത്. ചിലരിൽ ഉപ്പൂറ്റിയെല്ലിൻ്റെ അടിയിൽ ഏകദേശം മുൻഭാഗത്തായിട്ട് കൂർത്ത ആണി പോലുള്ള എല്ല് രൂപാന്തരപ്പെടുന്നു. ഇതിന് കാൽക്കേനിയസ് സ്പർ എന്നാണ് പറയുക. ചിലർക്ക് ഇത് നല്ല വേദന ഉണ്ടാക്കും. പല കാരണങ്ങൾ കൊണ്ടും ഉപ്പൂറ്റി വേദന ഉണ്ടാകാം. പ്ലാന്റാർ ഫേഷ്യ ഉപ്പൂറ്റിയിൽ നിന്നും വിട്ടുപോകുന്നതും ചിലപ്പോൾ പിളർന്നു പോകുന്നതും വേദനയ്ക്ക് കാരണമാകാം. ഉപ്പൂറ്റിയലിന് ഉണ്ടാകുന്ന ക്ഷതം അല്ലെങ്കിൽ പൊട്ടൽ വേദന ഉണ്ടാക്കാം. പ്ലാന്റാർ ഫേഷ്യയുടെ ഞരമ്പിനുണ്ടാകുന്ന മുറുക്കം ഒരു കാരണമാകാം. വാതസംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്കും വേദന ഉണ്ടാകാം. ഉയർന്ന ഹീലുള്ള ചെരുപ്പ് ധരിക്കുന്നവർക്ക്, ഇറുക്കമുള്ള ചെരുപ്പ് ധരിക്കുന്നവർക്ക്, പരന്ന പാദം ഉള്ളവർ, ഗർഭിണികൾ, വൃദ്ധന്മാർ, അമിതവണ്ണമുള്ളവർ, ഇവർക്കൊക്കെ ഉപ്പൂറ്റി വേദന ഉണ്ടാകാറുണ്ട്. ഇവർക്ക് ആവശ്യമുള്ള പരിശോധനകൾ ESR, യൂറിക് ആസിഡ്, സന്ധിഭാഗത്തിൻ്റെ ടെസ്റ്റുകൾ, ഇതൊക്കെയാണ് ആവശ്യമുള്ള പരിശോധനകൾ. ഈ പരിശോധനകൾ കഴിഞ്ഞ ശേഷമാണ് പൊതുവെ ചികിത്സ ആരംഭിക്കുക. കാൽക്കേനിയസ് സ്പർ പോലുള്ള അവസ്ഥയിൽ എക്സ്റേയിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അമിതവണ്ണം നിയന്ത്രിക്കുക, ഉയർന്ന ഹീലുള്ള ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുക, ഇറുകിയ ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുക, പൊതുവെ സോഫ്റ്റായ ചെരുപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. തുടർച്ചയായി നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാൻ ശ്രദ്ധിക്കണം. കാലുവേദന കൂടുതലുള്ളപ്പോൾ ചെരുപ്പില്ലാതെ നടക്കാനേ പാടില്ല. പൊതുവേ ഈ വാതകണ്ഠകത്തിന് ഫലപ്രദമായ ചികിത്സ പലതുമുണ്ട്. ഈ കാൽക്കേനിയസ് സ്പർ എന്ന അവസ്ഥയിൽ ചിലർ
ഓപ്പറേഷൻ നിശ്ചയിച്ച ശേഷം ചികിത്സ അന്വേഷിച്ച് വരും. ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സാ വിധികൾ ഇതിനുണ്ട്. സർജറി മിക്കവരിലും ഒഴിവാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഈ ഉപ്പൂറ്റി വേദനയ്ക്ക് പണ്ടേ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും. പഴയ ഓട് ചൂടാക്കി അതിൻ്റെ മുകളിൽ എരിക്കൽ വെച്ചിട്ട് കാല് ചൂട് പിടിക്കുക. ചൂട് പിടിക്കുന്നതിന് മുമ്പായിട്ട് ആയുർവേദത്തിൽ പറയുന്ന തൈലങ്ങൾ പുരട്ടുക. എൻ്റെ അനുഭവത്തിൽ കൂടുതലും ഗുണപ്രദമായിട്ട് കിട്ടിയ തൈലങ്ങൾ ബാദാശിനി തൈലം, പെണ്ണ് തൈലം, കൊട്ടൻ ചുക്കാതി, ഈ തൈലങ്ങളാണ്. ഈ തൈലം ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ വളരെ ആശ്വാസം ലഭിക്കും. ഇതൊക്കെ സാധാരണ പ്രയോഗങ്ങളാണ്. വേദന കുറയാത്ത അവസരങ്ങളിൽ ഇലക്കിഴി, നാരങ്ങക്കിഴി, മണൽക്കിഴി, ഇങ്ങനെയുള്ള കിഴികൾ, അതുപോലെ സ്റ്റീം ബാത്ത്, ഇതൊക്കെ വളരെ ഗുണം കിട്ടിയതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലതിൽ മർമ്മചികിത്സയിൽ പറയുന്ന മരുന്നുകൾ വെച്ച് കെട്ടി ചികിത്സിക്കുന്നതും ഗുണം കണ്ടിട്ടുണ്ട്. പലരും ഈ രോഗം കൊണ്ട് കുറേ കാലം കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള ചികിത്സാവിധികൾ ചെയ്താൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ആ രോഗത്തെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയും.